ഒരു കാലത്ത് പ്രേക്ഷകരുടെ ഇഷ്ട റിയാലിറ്റി ഷോയായ മഞ്ച് സ്റ്റാർ സിംഗറിലൂടെ വന്ന് അതിനുശേഷം മഴവിൽ മനോരമയിലെ സൂപ്പർ ഫോറിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു യുവഗായകനാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത്. വിഷ്ണു കൃഷ്ണൻ. വിഷ്ണു കൃഷ്ണൻ. അപ്പോൾ ഒരു കൃഷ്ണഭക്തനാണെന്ന് നമുക്ക് കൃഷ്ണഭക്തനാണോ? അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ദൈവം എന്നൊന്നുമില്ല. ഞാൻ എല്ലാ ദൈവങ്ങളെയും ഒരേപോലെ ആരാധിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു വാമപ്പ് പോലെ നമുക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ? രണ്ടുവരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുവരി പാടി. ഓക്കെ, വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു വിഷ്ണു കൂടുതലും ഈ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആണ് പാടുന്നത്. അതെ, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എനിക്ക് ഭയങ്കര എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു പീസ് കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ കുറച്ച് റൊമാൻറ്റിക്, കുറച്ച് മെലോഡിയസ്, സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് എന്റെയും ഇഷ്ടമുള്ള ഒരു ജോണർ എന്ന് പറഞ്ഞാല്. പക്ഷെ എന്നാലും ഫാസ്റ്റ് സോങ്സ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷോസിനൊക്കെ മൂഡ് അനുസരിച്ച് ഫാസ്റ്റ് സോങ്സ് പാടും, കേൾക്കും. നമ്മള് പണ്ട് മുതല് നമ്മള് മഞ്ച് സ്റ്റാർ സിംഗർ കാണുമ്പോൾ ഇപ്പൊ വിഷ്ണുവിനെ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് വിഷ്ണുവിന്റെ ഒരു എന്താ പറയാ പാട്ടിലെ ഭാവം എന്ന് പറയും. അതിലാണ് വിഷ്ണു ഏറ്റവും കൂടുതൽ നമുക്കത് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ആ ഒരു പാട്ടിന്റെ ഒരു ആത്മാവ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? എന്താ തോന്നിയിട്ടുള്ളത്? സ്വയം എന്താ തോന്നിയിട്ടുള്ളത്? അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ അതിനൊരു വലിയൊരു ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂമിംഗ് ഒക്കെയാണ്. അപ്പോ അന്ന് നമ്മുടെ ഭയങ്കരമായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും. അപ്പം അന്ന് തന്നെ സുജാത മാഡവും അതുപോലെ വേണുഗോപാൽ സാർ, എം ജി ശ്രീകുമാർ സാറൊക്കെ ഇങ്ങനെ അവരുടെ ഓരോ സജഷൻസ് ഇങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരു പേഴ്സണലി ഒരു ഗ്രൂമർ ഉണ്ടായിരുന്നു, ബിമൽ എന്നാണ് സാറിന്റെ പേര്. അപ്പം സാറും ഒക്കെ ഇങ്ങനെ ഓരോരോ ഫ്രേസ് എടുത്ത് അതിന്റെ അർത്ഥം എന്താണ്, അതിനിങ്ങനെ നമ്മള് ഇമോട്ട് ചെയ്താൽ ഈ ഒരു ഇമോഷൻ ആയിരിക്കും പുറത്തു വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് ആ ഒരു രീതിയിലാണ് ഞാൻ പാടിയിരുന്നത്. അപ്പം അന്നും പറയുമായിരുന്നു. നല്ല ബ്ലെസ്ഡ് ആണല്ലേ ചെറുപ്പത്തിലേ അവരുടെ ഓരോ സജഷൻസും എല്ലാം കേൾക്കാന്നുള്ളത് തന്നെ നല്ലൊരു ഇതാണ്. ഇപ്പം നമുക്കിപ്പോ പൊതുവെ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം ഈ നമ്മൾ ഈ കുട്ടികളെ റിയാലിറ്റി ഷോയിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ പല ആളുകൾക്കും ചില കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് അവരുടെ പാരന്റ്സിന്റെ ഇഷ്ടം കൊണ്ടായിരിക്കും അവർ ആ റിയാലിറ്റി ഷോയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷ്ണുവിനോട് ചോദിക്കാനുള്ളത്, ആ മഞ്ച് സ്റ്റാർ സിംഗർ ഓഡീഷനിൽ വന്നപ്പോ വിഷ്ണുവിന് ശരിക്കും അതിലേക്ക് വരണം, എനിക്ക് പാടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു? അതാണ് എനിക്ക് കാരണം ചെറിയ കുട്ടികളാവുമ്പോ നമുക്കത് മനസ്സിലാവും. അച്ഛന്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ കളിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുക, അതൊക്കെയാണ് നമ്മുടെ താല്പര്യം. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഒരു പരിപാടി വരുന്നു എന്ന് നമ്മളെ അറിയിക്കുന്നു. ചെറുപ്പം തൊട്ടേ പാട്ട് പഠിക്കുന്നതാണ് ഞാൻ. അപ്പൊ പാട്ടിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ ഡെഫിനറ്റ്ലി അന്ന് തൊട്ടേ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പൊ ഇതിലേക്ക് പോകണം. നമുക്ക് അന്നൊന്നും ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോകുന്നു, ചുമ്മാ പോയി പാടുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ വളരെ യാദൃശ്ചികമായിട്ട് അത് സെലക്ടഡ് ആയി എന്നറിയുന്നു. അപ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ഓക്കെ എന്തെങ്കിലും ഒരു പരിപാടി വരുന്നുണ്ട്. നമുക്കതൊന്നും പ്രോസസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷെ അത് ആ സീരിയസ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് പ്രശ്നം. ആ ഒരു ടൈമിൽ അങ്ങനെയാണ് മെയിൻ ആയിട്ടും. അപ്പൊ വീട്ടില് ആരൊക്കെയാണ്? വീട്ടിൽ എന്റെ അച്ഛൻ, അമ്മ, ബ്രദർ ഉണ്ട്, എന്റെ ഗ്രാൻഡ് മദർ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് എല്ലാരും ഒരുമിച്ചാണ്. എങ്ങനെയാണ് വിഷ്ണുവിന് നമ്മൾ പറയുമ്പോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്? അച്ഛൻ, അമ്മ ആരെങ്കിലും പാടുവോ? അമ്മയുടെ സൈഡില് കുറച്ച് പാട്ട് പണ്ടുതൊട്ടേ അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോ പാട്ടിനോട് ഡെഫിനറ്റ്ലി ഒരു താല്പര്യമുള്ളൊരു കുടുംബമാണ്. അങ്ങനെ വന്നതായിരിക്കണം. ചെറുപ്പത്തിൽ എന്നെ പാട്ടിനെ കൊണ്ട് ചേർത്തിരുന്നു. താല്പര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് അന്നൊന്നും അറിയൂലായിരുന്നു, വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഇങ്ങനെ കൊണ്ട് ചേർത്ത്. അതെ. അപ്പൊ അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെയിം ടൈം തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിലും പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. പ്രാധാന്യം, അതെ, വളരെയധികം. വീട്ടിലൊക്കെ ആണെങ്കിലും എഡ്യൂക്കേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോ കംപ്ലീറ്റ്ലി പാട്ടിലേക്ക് പോകാൻ ഉള്ളൊരു ഫ്രീഡം എനിക്ക് തന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ ഫ്രീഡം ആണെന്നൊക്കെ പറയും. എനിക്കും കുറച്ചൊരു പേടിയാണ് കംപ്ലീറ്റ്ലി ഇതിലേക്ക് പോകാൻ.
അത് ശരിയാണ്. ഇപ്പോ മെയിൻ ആയിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവർക്കും അവരുടെ കഴിവുകള് അത് കാണിക്കാനുള്ള ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ അല്ലെ. നമുക്ക് പണ്ട് നമ്മൾ പറയും ഗായകർ അധികം ഇല്ല, പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ ഗായകരാണ്, സിംഗേഴ്സ് ആണ് ഇപ്പൊ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ വിഷ്ണു ബാങ്ക് ഉദ്യോഗസ്ഥനും കൂടിയാണ് അല്ലെ. ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് മ്യൂസിക്കില് എങ്ങനെയാ ബാങ്ക് ജോലിയും മ്യൂസിക്കുമായിട്ട് നമുക്ക് കണക്ട് ആയിട്ട് പോവാൻ പറ്റുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് പാട്ടിനെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യം വരാറില്ല. വീക്കെൻഡ്സ് ആണെങ്കിലും ഹോളിഡേയ്സ് ആണെങ്കിലും പിന്നെ എന്തെങ്കിലും വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോഗ്രാം വരികയാണെങ്കിൽ ബാങ്കും സമ്മതിക്കുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അവര് നല്ല കോപ്പറേറ്റീവ്, അവര് ഭയങ്കര സപ്പോർട്ടാണ് ബാങ്ക്. അപ്പോ അതുകൊണ്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വിഷ്ണുവിന്റെ ഒരു സോങ്ങിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു സോങ് ആണ്. ഓക്കെ, സൂപ്പർ 4ലെ ഒരു എക്സ്പീരിയൻസ്. സൂപ്പർ 4 എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ആയി, കാരണം കുറച്ചും കൂടെ മെച്ചുവേർഡായി, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫീലും ഇമോഷൻസും ഒക്കെ എങ്ങനെയാണ് പാട്ടിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അത് ആ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോ വേറെ വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ശരത് സാറിനെ ഒക്കെ പരിചയപ്പെടാനും അതുപോലെ ദീപക് ദേവ് സാറ്, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുജാത മാഡം ഇതിലും ഉണ്ടായിരുന്നു. അതെങ്ങനെയാ അന്ന് സുജാത മാം അന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആളെ മനസ്സിലായിരുന്നോ? പിന്നെ അന്ന് ആദ്യം കണ്ടപ്പോ തന്നെ ഇങ്ങനെ എവിടെയോ കണ്ടൊരു പരിചയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ മാഡം ഇഷ്ടം പോലെ അതാണ് നമ്മൾ അവരിങ്ങനെ എത്രയോ ആളുകളെ കണ്ടിങ്ങനെ വരുന്ന ആളുകളാണ്. മാഡത്തിനത് മനസ്സിലായി. പിന്നെ കുറെ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് അവരൊക്കെ ആയിട്ട് സ്റ്റിൽ നമുക്ക് അവരായിട്ടുള്ള ഒരു കണക്ഷൻസും എല്ലാം അത് നമ്മുടെ ഒരു മ്യൂസിക് ലൈഫിൽ വളരെയേറെ ഗുണം ചെയ്യും. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു ബാൻഡ് മ്യൂസിക് കേൾക്കാം. ഓക്കെ, ആയിക്കോട്ടെ.